ബി ഗണേഷ് കുമാർ തത്സമയം. NSS താലൂക്ക് മന്നം ജയന്തി ഉദ്ഘാടനം ഞാൻ അദ്ദേഹം ഹിന്ദു അല്ലല്ലോ, അദ്ദേഹം അവിടെ ചെന്ന് പുഷ്പാർച്ചന നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജാതി പറഞ്ഞിട്ട് പറയാൻ പറ്റത്തില്ല. ആ ക്ഷേത്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ക്ഷേത്രങ്ങളുടെ ആചാരം അനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കളെയും പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ മന്നത്ത് ആചാര്യൻ്റെ സമാധി മന്ദിരത്തിലേക്ക്, ആ ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ആദരിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന എല്ലാവർക്കും കടന്നു വരാനും അവിടെ വന്ദിക്കാൻ അവസരം കൊടുക്കണം. അവിടെ ചെരുപ്പിട്ട് കയറാതിരിക്കാനും നായ്ക്കൾ കയറാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കും. നല്ലതാണ്, അത് നല്ല, അതൊക്കെ വേണം. ഇല്ല, അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ സുരേഷ് ഗോപി എന്തോ പ്ലാൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. ഏതാ വിരട്ട്? ഈ സുരേഷ് ഗോപിയൊന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ, നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി, പക്ഷേ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. വൈസ് പ്രസിഡന്റിനോടൊപ്പം ഞാൻ പത്തനാപുരത്ത് വേദി പങ്കിട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് അടുത്ത കസേരയിൽ ഇരിക്കാൻ എന്നെ പോലെ സാധാരണക്കാരന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇല്ല, അങ്ങനെയില്ല. ഇന്ത്യയിലെ, അതായത് NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അനുസരിച്ച്, ഭരണഘടന ആരെയും കാണിക്കാറില്ല, കോടതി പോലും കൊടുക്കുന്നില്ല, ഒളിച്ചു വെച്ചേക്കുവാന്നാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പം ഭരണഘടനയിൽ പറയുന്നത് കേരളത്തിന് പുറത്തേക്ക് ഇതിനൊരു ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാരണം കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന, കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിന് പുറത്തേക്ക് NSSന് കരയോഗങ്ങളില്ല. പക്ഷേ എങ്കിലും നായർ സമുദായ അംഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം അവർ കരയോഗങ്ങൾ രൂപീകരിക്കുകയും വർഷങ്ങളായി നല്ല പ്രവർത്തനങ്ങൾ, വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും അമേരിക്കയിൽ പോലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും അവർ ഇന്ത്യക്കകത്തും ഡൽഹിയിലും ബാംഗ്ലൂരിലും പൂനെയിലും എല്ലാം അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അത് അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവർക്ക് ആ സമുദായക്കാർക്ക് ഒന്നിക്കാൻ, എല്ലാ സമുദായത്തിനും ഇതുപോലെ സംഘടനകളുണ്ട്. SNDPയുടെ ഉണ്ട്. പക്ഷേ SNDPക്കും കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ SNDP എന്ന് പേരിട്ട് തന്നെ അവരത് NSS കരയോഗം എന്ന് പറഞ്ഞുള്ള പേരിൽ തന്നെ അവരവിടെ പ്രവർത്തിക്കും. അത് ഈ രജിസ്ട്രേഷനുമായിട്ടൊരു ബന്ധമില്ല. അവർ വോട്ടവകാശമൊന്നും വരുന്നില്ലല്ലോ. പക്ഷെ അവരെ അംഗീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് അംഗീകരിക്കണ്ടേ? കാരണം അവർ എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നായർ സംഘടന എന്ന പേരിൽ പ്രവർത്തിക്കുന്ന, അത് SNDPയിലുണ്ട്, എല്ലാ സംഘടനയ്ക്കും ഉണ്ട്. അങ്ങനെ അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അവർ പ്രവാസികളാണ്, അവർക്ക് ഇവിടെ ഒന്നും എവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് എനിക്ക് 3 കൊല്ലം അല്ലേ ആയുള്ളൂ. ഞാൻ ഡയറക്ടർ പോലും, ഞാൻ അതിന് മുമ്പ് വെളിയിലല്ലായിരുന്നു, വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോഴും വീട്ടിലൊന്നും ഇരിക്കുന്നില്ല. ഇന്ന് രാവിലെ വെളിയിലല്ലയോ, ഞാൻ ഫുൾ ടൈം വെളിയിൽ. ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ വലിയ പ്രസ്താവനകളും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആരും